ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ഉപേക്ഷിക്കുന്നത് എത്രമേൽ ഗൗരവമായ കാര്യമാണ് എന്നും അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ആ വിഷയത്തിൽ എത്രമേൽ ശക്തമാണ് എന്നും നമ്മൾ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമസ്കാരങ്ങൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർവഹിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ഇസ്ലാം എത്ര ഗൗരവത്തിലാണ് അതിൻ്റെ അനുയായികളെ ഉണർത്തുന്നത് എന്നും ബോധ്യപ്പെടുത്തുന്നത് എന്നും നാം വിശദീകരിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫജ്ർ നമസ്കാരത്തിന് കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു പോയ വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് സഈദ് ബിൻ മുസയ്യിബ് എന്നായിരുന്നു. അത് അബദ്ധത്തിൽ ആ പേര് മാറിപ്പോയതാണ്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു പോയ ആ വ്യക്തിയുടെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മനുഷ്യൻ്റെ പേര് സുലൈമാൻ ഇബ്നു അബി ഹസ്ം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അത് അങ്ങനെ തിരുത്തി മനസ്സിലാക്കണം എന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. സഹോദരന്മാർ, നമ്മളെല്ലാം നമസ്കരിക്കുന്ന ആളുകളാണ്. നമസ്കാരം ജീവിതത്തിൻ്റെ മാറ്റാനാവാത്ത ഭാഗമാണ് എന്ന് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ നിലനിർത്തി പോരുകയും അത് ജമാഅത്തായി നിർവഹിക്കുന്നതിൽ ഏറെ ശ്രദ്ധയും
പുലർത്തിപ്പോരുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും നമസ്കാരം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്താണ്? എൻ്റെയും നിങ്ങളുടെയും നമസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധ ഖുർആൻ അഖിമിസ് സ്വല, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത് 5 സ്ഥലങ്ങളിലാണ്. 5 ഇടങ്ങളിലാണ് ഈ പ്രയോഗമുള്ളത്. അതിൽ 2 സ്ഥലത്ത് നമസ്കാരത്തിൻ്റെ സമയത്തെ സൂചിപ്പിക്കാനാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അഖിമിസ് സ്വല എന്ന് പറഞ്ഞിട്ട് നമസ്കാര സമയങ്ങളെക്കുറിച്ചാണ് 2 ഇടത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഒരു സ്ഥലം ലുക്മാനുൽ ഹക്കീം തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിലാണ് ആ പ്രയോഗമുള്ളത്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് എന്ന് തുടങ്ങുന്ന ആ പ്രയോഗം വരുന്നത് ലുക്മാൻ നബി മകന് നൽകുന്ന ഉപദേശത്തിലാണ്. മറ്റ് 2 സ്ഥലങ്ങളിലാണ് എന്തിനാണ് നമസ്കരിക്കുന്നത്, അഖിമിസ് സ്വല എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കുണ്ടാകേണ്ടത്, ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന് വിശദീകരിക്കുന്നത് ഈ ആയത്തുകളിലാണ്. അതിലൊന്നാമത്തത് വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ വചനമാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി. ഇന്നനി അനല്ലാ, തീർച്ചയായും ഞാനാണ് ഏകനായ ഇലാഹ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല. ഫഅ്ബുദിനി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം. വ അഖിമിസ് സ്വല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും വേണം. തുടർന്നാണ് എന്തിന് എന്ന് പറഞ്ഞത്, ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി. അള്ളാഹു എന്ന് പറയുന്ന സുന്ദരമായ ഓർമ്മ എന്നും വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കേണ്ടത്. അഥവാ നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്നത് സദാസമയവും അള്ളാഹു എന്ന് പറയുന്ന ഓർമ്മ ജീവിതത്തിൽ നിലനിർത്തുകയാണ്. നമുക്കറിയാം, വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ദിക്റിലൂടെയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്നെ ആ ഉറക്കമാകുന്ന ചെറുമരണത്തിൽ നിന്ന് ഉണർത്തിയ എൻ്റെ രക്ഷിതാവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതം തുടങ്ങുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റോടുകൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ പോകുന്നത് സുബഹി നമസ്കാരത്തിലേക്കാണ്. അതും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ആ ദിനം നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോട് കൂടിയാണ്. നിങ്ങൾ നമസ്കാരത്തിൻ്റെ സമയക്രമം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ എപ്പോഴും വിശ്വാസിയുടെ മനസ്സിൽ, മുസ്ലിമിൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്താൻ പ്രാപ്തമായ രൂപത്തിലാണ് നമസ്കാരത്തിൻ്റെ സമയക്രമം തന്നെയുള്ളത്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, വ്യവഹാരങ്ങളിൽ നമ്മളിങ്ങനെ മുഴുകി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ അല്പാൽപമായി കുറഞ്ഞു വരുമ്പോൾ പള്ളിയിൽ നിന്ന് നമ്മളെ വീണ്ടും വിളിക്കും, ഹയ്യ അല സ്വല, വീണ്ടും വരണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കണം. ആ പുതുക്കലിന് ശേഷമാണ് വീണ്ടും ജീവിതത്തിലേക്ക് പോകുന്നത്. അസർ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് വീണ്ടും വിളിക്കുകയാണ്. ഇങ്ങനെ സമയക്രമം തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്നെന്നും ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകും വിധത്തിലാണ് സമയക്രമം തന്നെ ഉള്ളത്. രണ്ടാമത്തെ ഭാഗം സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറ അൽ അങ്കബൂത്തിലെ 45-ാമത്തെ വചനമാണ്. വ അഖിമിസ് സ്വല, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം, എന്തിന് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നതിന് രണ്ടാമത്തെ കാരണം പറഞ്ഞത്, ലക്ഷ്യം സൂചിപ്പിച്ചത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ടും നിങ്ങൾ അടുത്തുകൂടാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ തൊട്ട് നമസ്കാരം
നിങ്ങളെ തടയും എന്നുള്ളത് കൊണ്ടാണ്. അതിനു വേണ്ടിയാണ് യഥാർത്ഥ വിശ്വാസിയുടെ, യഥാർത്ഥ നമസ്കാരക്കാരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവന് ഒരു ഹറാമിലേക്ക് പ്രവേശിക്കാൻ, ഒരു തിന്മ ചെയ്യാനുള്ള സമയം ലഭിക്കില്ല. കാരണം ഓരോ സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ദിക്റിലേക്കാണ്, അള്ളാഹു എന്ന ഓർമ്മയിലേക്കാണ് ചെല്ലുന്നത്. എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ തുനിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ചിന്ത അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഓർമ്മ നമ്മളിൽ നിലനിർത്തുന്നത് എപ്പോഴാണ്? ഈ ഓർമ്മ നമ്മളിൽ നിലനിൽക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുന്നത് കൃത്യമായ സമയങ്ങളിൽ അള്ളാഹു പറഞ്ഞ പ്രകാരം നമസ്കാരം നിലനിർത്തുമ്പോഴാണ്, നമസ്കാരം നിർവഹിക്കുമ്പോഴാണ്. നമസ്കാരത്തിൻ്റെ ഈ മഹത്വം ശത്രുക്കളായ ആളുകൾ പോലും അംഗീകരിച്ചതാണ്. നമുക്കേ അത് ബോധ്യമാകാത്തതുള്ളൂ. ശത്രുക്കൾ പോലും അംഗീകരിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ നമസ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നന്മയുടെ മാറ്റങ്ങൾ വളരെ വലുതാണ് എന്ന്. നമുക്കറിയാം, നമസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം നിർബന്ധമാക്കപ്പെട്ട ഒരു ആരാധനാകർമ്മമല്ല. ലോകത്തേക്ക് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും നമസ്കാരം കൊണ്ട് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ രൂപങ്ങളിൽ, പ്രാർത്ഥനകളിൽ മാറ്റമുണ്ടായാൽ തന്നെയും നമസ്കാരം എന്നത് ഓരോരുത്തരും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ എന്ന് പറയുന്ന തൻ്റെ പ്രബോധിത സമൂഹത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് ആരാധിക്കുന്ന ഷിർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ മേഖലകളിൽ കൃത്യത പുലർത്താത്ത, അതിൽ ഒരു കണിശതയുമില്ലാത്ത, സാമ്പത്തിക രംഗത്ത് യാതൊരു വിധത്തിലുള്ള സൂക്ഷ്മതയും പാലിക്കാത്തവർ എന്ന് മാത്രമല്ല, ആ രംഗത്ത് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്നിരുന്ന ആളുകളാണ്. അവരുടെ അടുക്കലേക്ക് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് അവരെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്നതിനോടൊപ്പം അവരിലെ ഈ നടപടികളെ കൃത്യമായി ശക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 85-ാമത്തെ വചനം, ഫഔഫുൽ കൈല വൽ മീസാൻ വലാ തബ്ഖസുന്നാസ അഷിയാഅഹും, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കരുത്, കുറവ് വരുത്തരുത്. അതുവഴി നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല? ആളുകളുടെ വസ്തുക്കൾ അവർക്ക് നഷ്ടപ്പെടും വിധത്തിലുള്ള ഇടപെടലുകൾ നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് അളവും തൂക്കവും കൃത്യമായി പൂർത്തിയാക്കി തന്നെ ആളുകൾക്ക് നൽകണം. അവരുടെ സ്വഭാവം നമുക്കറിയാം. അളന്നു വാങ്ങുന്ന സമയത്ത് ഏറെ വാങ്ങുകയും അളന്നു കൊടുക്കുന്ന സമയത്ത് കുറവ് വരുത്തുകയും ചെയ്ത് ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ആളുകളോടാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഈ പ്രഖ്യാപനം, അവരെ തിരുത്തിക്കൊണ്ടുള്ള ഈ വർത്തമാനം പറയുന്നത്. അവരും ആലോചിച്ചിട്ടുണ്ടാവും, എന്ത് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഒരു ദിനം പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഒരു നന്മ കൽപ്പിക്കുന്നത്, ഒരു തിന്മയെ വിരോധിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഉത്തരം അവർ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ച ചോദ്യത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 87-ാമത്തെ വചനം, ഖാലു, ആ ജനത ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചത്, യാ ശുഐബു അസ്വലാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉന, ശുഐബേ, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു പോരുന്ന ഈ ആരാധ്യ വസ്തുക്കളെയെല്ലാം ഒഴിവാക്കണം എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്, അതിന് നിനക്ക് ശക്തി പകരുന്നത്, അതിന് പ്രചോദനമാകുന്നത് നിന്റെ നമസ്കാരമാണോ എന്നാണ്. അസ്വലാതുക, നിന്റെ നമസ്കാരമാണോ? ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് സൃഷ്ടാവായ റബ്ബിൻ്റെ ക്രമപ്രകാരം അവൻ്റെ നിയമാനുസൃതമായ ഇടപെടലുകളെ നടത്താൻ പാടുള്ളൂ എന്ന് ഞങ്ങളോട് പറയാൻ, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമമാണ്. ഇതെല്ലാം കുറേ കാലങ്ങളായി ഞങ്ങളുടെ സാമൂഹിക ചുറ്റുപാടിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് പുതുതൊന്നുമല്ല. അങ്ങനെ ഇത് ഞങ്ങൾക്ക് സ്ഥിരപരിചിതമായിരിക്കെ ഞങ്ങളോടിത് ചെയ്യരുത് എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ എന്നാണ്. അപ്പോൾ അവർക്ക് തന്നെയും മനസ്സിലായിട്ടുണ്ട്, നമസ്കാരം എന്നത് അത് നിർവഹിക്കുന്ന ആളുകൾക്ക് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള പ്രേരകമാണ് എന്ന്. നമുക്കിടയിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, കുറേയേറെ ആളുകളുണ്ട്. അവരെക്കുറിച്ച്, ഈ മതത്തെക്കുറിച്ച് പുറത്തുനിന്ന് മാത്രം വായിച്ചു പരിചയമുള്ള, കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവരെക്കുറിച്ച് പറയാറുണ്ട്, അയാൾ എത്ര നല്ല മനുഷ്യനാണ്,
അയാൾ കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളാണ്. അതിൻ്റെ മാറ്റം അയാളുടെ ജീവിതത്തിലുമുണ്ട്, അയാളുടെ ഇടപാടുകളിലുണ്ട്. അയാളുമായി ഇടപാട് നടത്താൻ, സാമ്പത്തിക ക്രയവിക്രയം നടത്താൻ എനിക്ക് വിശ്വാസമാണ്. എന്തേ ഇത് പറയാനുള്ള കാരണം? അയാളിൽ ആ വിശ്വാസം ഉണ്ടാക്കിയത് അയാൾ നമസ്കരിക്കുന്നവനാണ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണ് എന്ന ബോധ്യമാണ്. എന്നാൽ ചിലരെക്കുറിച്ച് അതിൽ നമ്മൾ പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആളുകൾ ചിലപ്പോഴെങ്കിലും പറയും, അവൻ നമസ്കരിച്ചിട്ട് എന്താ കാര്യം, കയ്യിലിരിപ്പ് ഇതല്ലേ. അവൻ നമസ്കരിച്ചിട്ട് അതിൻ്റെ ഒരു മാറ്റവും ഒരു അടയാളവും അവൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അവനുമായിട്ടൊരു ഇടപാട് നടത്താൻ പറ്റുമോ? അവനുമായിട്ടൊരു സാമ്പത്തിക ക്രയവിക്രയം നടത്താൻ പറ്റുമോ? എന്തേ ഇങ്ങനെ പറയാൻ കാരണം? നമസ്കാരം കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്തോ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നിഴലിട്ട് നിൽക്കുന്നു. ആളുകൾക്കത് പുറത്തു നിന്ന് കൃത്യമായി വീക്ഷിക്കാൻ കഴിയുന്നു. ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെയെങ്കിലും കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടുന്നത്, നല്ല ബുദ്ധിയാൽ അവരെ ഉപദേശിക്കേണ്ടുന്നത്, നിന്റെ നമസ്കാരം നിനക്ക് ഉപകാരപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് നിന്റെ നമസ്കാരത്തിൽ എവിടെയോ ചില പോരായ്മകൾ സംഭവിച്ചു പോകുന്നുണ്ട് എന്നാണ്. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിനക്ക് കഴിയുന്നില്ല എന്നാണ്. നമുക്കറിയാം, ഖാദിസിയ യുദ്ധം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് പേർഷ്യക്കാരുമായി നടന്നിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് റുസ്തമിൻ്റെ സൈന്യത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവരുടെ ശക്തിയെക്കുറിച്ചറിയാൻ, അവരുടെ പ്ലാനിങ് അറിയാൻ രാത്രിയിൽ രഹസ്യമായി മുസ്ലിം സൈനികരുടെ തമ്പുകളിലേക്ക് വന്ന് അവരുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയ ജാസൂസ്, ചാരവൃത്തി ചെയ്തിട്ടുള്ള മനുഷ്യൻ തിരിച്ച് തന്നെ അയച്ച ആളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നത്, നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒരു കാരണവശാലും നമുക്ക് ആ ജനതയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവരും പകലിൽ നോമ്പുകാരുമാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്ന, ദുനിയാവിനെ കുറിച്ചൊരു ചിന്തയും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളെ എങ്ങനെയാണ് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമസ്കാരം കൊണ്ട് ലഭിക്കേണ്ടുന്ന ഈ ഗുണം എനിക്കും നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ടോ എന്നാണ്. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്, നമസ്കാരം കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. നമ്മൾ പരിശോധിക്കണം, ഈ മാറ്റം നമ്മളിൽ ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ, ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് എങ്കിൽ ഒരൊറ്റ കാരണമേ നമ്മൾ അറിയേണ്ടതുള്ളൂ, നമ്മുടെ നമസ്കാരത്തിൻ്റെ റൂഹ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നമ്മുടെ നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് കേവലം ജഡമായി മാറുന്നുണ്ട്, അത് കേവലം ശാരീരിക വ്യായാമമായി മാറിപ്പോകുന്നുണ്ട്. ആത്മാവില്ലാത്ത ശരീരത്തിന് എന്ത് പ്രാധാന്യമാണോ നമ്മൾ കൊടുക്കുക, അത്ര പ്രാധാന്യം മാത്രമേ നമ്മുടെ നമസ്കാരത്തിന് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഗുണഫലം നമുക്ക് ലഭിക്കില്ല. ആത്മാവുള്ള നമസ്കാരത്തിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് കഴിയണം. എന്താണ് നമസ്കാരത്തിൻ്റെ ആത്മാവ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം, അവർ അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, ഭയഭക്തിയുള്ള ആളുകളാണ്. നമസ്കാരത്തിൻ്റെ ആത്മാവ് ഖുശൂ ആണ്. നമസ്കാരത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഖുശൂ ആണ്, ഭയഭക്തിയാണ്. എത്രത്തോളം ഭയഭക്തിയോടുകൂടി എനിക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുവോ അത്രയും സ്വാധീനമാണ് ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഇന്നർ റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റ സ്വലാത്തി. ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് അവൻ തിരിച്ചു പോകുന്ന സമയത്ത് അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് അവന് രേഖപ്പെടുത്തപ്പെടുക ഉശ്റ സ്വലാത്തി, നമസ്കാരത്തിൻ്റെ 10% മാത്രമേ അവൻ്റെ ഏടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. തുസ്അഹ, ചിലർക്കത് 9 ഉണ്ടാവുള്ളൂ, ചിലർക്ക് സുമിനഹ 8 കിട്ടുള്ളൂ, സുബ്അഹ സുദ്സഹ ഖുംസഹ, ചിലർക്ക് 7, 6, 5 ഒക്കെയാണ് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അവൻ്റെ നന്മയിൽ രേഖപ്പെടുത്തുക. റുബ്അഹ സുൽസഹ നിസ്ഫഹ,
ചിലർക്ക് പകുതി വരെ അത്ര എണ്ണയുള്ളൂ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് 3/1 4/1 ഒക്കെ ലഭിക്കുന്ന ആളുകളുമുണ്ട്. എങ്ങനെയാണിത് കണക്കാക്കുന്നത്? നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പാലിച്ച ഖുശൂഇൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം നമസ്കാരത്തിൽ ഖുശൂ പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രതിഫലവും. ആ നമസ്കാരം കൊണ്ട് എന്ത് ലക്ഷ്യമാക്കുന്നോ ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതും അതിനനുസരിച്ചാണ്. നല്ല ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ആ നമസ്കാരത്തിൻ്റെ അടയാളം ഇങ്ങനെ കാണും. എന്നാൽ ഇതില്ലാതെ കേവല വ്യായാമമാക്കി നമസ്കാരത്തെ മാറ്റിയ ആളുകളുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഖുശൂഓടുകൂടി നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഇത് നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഖുശൂഓടുകൂടി നമസ്കരിക്കണം എന്ന ആഗ്രഹമില്ലാത്തവരല്ല ആരും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കണം എന്ന്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ശ്രദ്ധ മാറിപ്പോവുകയാണ്, ആലോചനകൾ വേറെ വരികയാണ്. എന്താണ് പരിഹാരം ഖുശൂ ഉണ്ടാകാൻ? പണ്ഡിതന്മാർ 6 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ നമസ്കാരത്തിൽ ഖുശൂ നിറക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ്. അതിൽ ഒന്നാമത്തത് ഇസ്തിശ്ആറുൽ മുസല്ലി അളുമതൽ ഖാലിഖിഹി വകിബ്രിയാഅഹു വജലാലഹു വഅന്നഹു യഖിഫു ബൈന യദൈഹി യുനാജിഹി. ഒന്നാമത്തത്, നമസ്കരിക്കുന്ന ആൾക്ക് ബോധ്യമുണ്ടാകണം ഞാൻ നിൽക്കുന്നത് ആരുടെ മുന്നിലാണ് എന്ന്. ആ നിൽക്കുന്ന റബ്ബിൻ്റെ മഹത്വം ബോധ്യമായാൽ അവൻ്റെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉന്നത അധികാരത്തിലിരിക്കുന്ന ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അവരുടെ പദവിക്കനുസരിച്ച് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർക്ക് നൽകുന്ന ഒരു ബഹുമാനവും ഒരു ഭയവും ഭക്തിയുമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പള്ളിയിൽ വന്ന് നിന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന ആള് അറിയണം ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന്. റബ്ബിൻ്റെ മഹത്വം അറിയണം എന്നാണ്. അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഇത്രയേറെ മഹത്വമുള്ള റബ്ബിൻ്റെ മുന്നിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഒരു മനുഷ്യൻ നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ അവനിൽ എങ്ങനെയാണ് ഖുശൂ ഇല്ലാതിരിക്കുക? നമ്മൾ നിൽക്കുന്നത് റബ്ബിൻ്റെ മുന്നിലാണ് എന്ന് ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഖുശൂ ഇല്ലാതിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹദക്കും ഇദാ ഖാമ ഫി സ്വലാത്തി, ഏതെങ്കിലും ഒരാൾ നമസ്കാരത്തിന് നിന്നു കഴിഞ്ഞാൽ ഫ ഇന്നഹു യുനാജി റബ്ബ, അവൻ അവൻ്റെ റബ്ബുമായി മുനാജാത്ത് നടത്തുകയാണ്, അള്ളാഹുവുമായി അവൻ രഹസ്യ സംഭാഷണം നടത്തുകയാണ്. ഔ ഇന്ന റബ്ബഹു ബൈനഹു വ ബൈന ഖിബ്ലതി, അവൻ്റെ റബ്ബ് അവൻ്റെയും അവൻ്റെ കിബിലയുടെയും ഇടയിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തുകയാണ്, മുനാജാത്ത് നടത്തുകയാണ് താൻ എന്ന ബോധ്യം ഒരു വിശ്വാസിക്കുണ്ട് എങ്കിൽ, എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബ് നിൽക്കുന്നുണ്ട് എന്ന ബോധ്യമുണ്ട് എങ്കിൽ, ആ റബ്ബിൻ്റെ മഹത്വം അറിഞ്ഞവനാണ് എങ്കിൽ, അവൻ്റെ പ്രതാപം മനസ്സിലാക്കിയവനാണ് എങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് നമസ്കാരത്തിൽ ഒരാൾ നിൽക്കുന്നത് എങ്കിൽ അവൻ്റെ നമസ്കാരത്തിൽ എങ്ങനെയാണ് ഖുശൂ ഇല്ലാതിരിക്കുക? ഈ റബ്ബിൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തലകറങ്ങി വീണത്. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. റബ്ബിൻ്റെ സാന്നിധ്യം അറിഞ്ഞ ഉടനെ, ആ മലമുകളിൽ റബ്ബിൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഖറ മൂസ സാഇഖ, മൂസ ബോധരഹിതനായി വീണത്. അങ്ങനെയുള്ള റബ്ബാണ് എൻ്റെയും എൻ്റെ കിബിലയുടെയും ഇടയിൽ, നമ്മുടെ കിബിലക്കിടയിൽ ഇങ്ങനെ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഓർമ്മയോടുകൂടി അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് ഖുശൂ ഉണ്ടാകും. രണ്ടാമതായി പറഞ്ഞത് അത്തഫക്കുർ വത്തദബ്ബുർ ഫി അഖ്വാലി സ്വലാത്തി വ അഅമാലി,
അത്തഫക്കുർ വത്തദബ്ബുർ, അവൻ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. ഫി അഖ്വാലിസ്വല, നമസ്കാരത്തിൽ പറയുന്നത് എന്ത് എന്ന്, വ അഅ്മാലിഹി, നമസ്കാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. ആരുടെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ എനിക്ക് എന്തും സാധിച്ചു തരാൻ കഴിയുന്ന റബ്ബിൻ്റെ മുന്നിൽ സുജൂദിലേക്ക് പോകുന്ന നമ്മൾ ലോകത്തൊരു മനുഷ്യൻ്റെ മുന്നിലും താഴ്ത്താത്ത തലയാണ് ലോകരക്ഷിതാവിൻ്റെ മുന്നിൽ താഴ്ത്തുന്നത്. ലോകത്തൊരു മനുഷ്യൻ്റെ മുന്നിലും അടിയറവ് പറയാത്ത അഭിമാനത്തിൻ്റെ പ്രതീകമായ മുഖമാണ് ഇനി പാതാളം മാത്രം താഴാൻ ബാക്കി നിൽക്കെ ആ ഭൂമിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് പറയുന്ന വർത്തമാനം സുബ്ഹാന റബ്ബിയൽ അഅ്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ ഏറ്റവും അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഏറ്റവും ഉയർന്ന ആ ഭാഗം അഭിമാനത്തിൻ്റെ സ്തംഭം കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് അത്യുന്നതങ്ങളിലുള്ള റബ്ബിനോട് നമ്മൾ പറയുന്നത് എന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ല. ഉന്നതനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. നോക്കൂ നിങ്ങൾ, ആ കർമ്മത്തിൻ്റെ, ആ ചെയ്യുന്നതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കാരത്തെ സമീപിച്ചാൽ, ഇനി ആ പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്, റബ്ബിനോട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് രാത്രിയിൽ നമസ്കാരമൊക്കെ നിർവഹിച്ച് ഒറ്റയ്ക്കിരുന്ന് ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ട് റബ്ബെ ആ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന ഭയത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതും നമുക്ക് മനസ്സിലാകുന്ന, റബ്ബിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര വൈകാരികമായിട്ടുണ്ടാകും നമ്മുടെ മനസ്സിനെ ആ പ്രാർത്ഥന എത്ര സ്വാധീനിച്ചിട്ടുണ്ടാകും. എന്നാൽ അതുപോലെ ഒരു പ്രാർത്ഥന അത്തഹിയാത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവെ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേന്ന്. അതേ പ്രാർത്ഥന പക്ഷേ ഒറ്റയ്ക്കിരുന്ന് നാം പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ ആ ആത്മാർത്ഥതയും ആ വൈകാരികതയും നമസ്കാരത്തിൽ നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞത് എന്താണ് എന്ന് തിരിഞ്ഞില്ല. എന്താ അള്ളാഹുവിനോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അറിയില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തുന്നതിന് മുൻപ്, സമ്പൂർണമായ മദ്യനിരോധനം ഇസ്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് മുൻപ് വിശ്വാസികളായ ആളുകളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. സൂറത്തുൻ നിസാ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 43-ാമത്തെ വചനം, ലാ തഖ്റബു സ്വലാത്ത വ അൻതും സുക്കാറ, നിങ്ങൾ ലഹരി ബാധിതരായി നമസ്കാരത്തെ സമീപിക്കരുത്. അഥവാ മദ്യപിച്ചുകൊണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നത് എന്താണ് എന്ന് പറയുന്നവന് തിരിയണം. അതിന് എന്താണ് പറയുന്നത് എന്ന് പഠിക്കണം. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതെത്രത്തോളം എൻ്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കേണ്ടതാണ്. എൻ്റെ പ്രവാചകൻ എത്രത്തോളം ഭയഭക്തിയോടുകൂടിയാണ് ഈ പ്രാർത്ഥനകളെ സമീപിച്ചത്. പ്രവാചകൻ്റെ അനുചരന്മാർ ഈ പ്രാർത്ഥന നടത്തുന്ന സമയങ്ങളിൽ അവരുടെ മനസ്സെങ്ങനെയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞ് എന്താണ് പറയുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആ നമസ്കാരത്തെ സമീപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമസ്കാരത്തിന് ഖുശൂ ഇല്ലാതിരിക്കുക? നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കേണ്ടതാണ്. ഈ പറയപ്പെട്ട 2 കാര്യങ്ങളും, ഒന്ന് അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞ് അവൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി, 2 പറയുന്നത് എന്താണ് എന്ന് അറിഞ്ഞ് അതിൻ്റെ ആശയവും അതിൻ്റെ ആഴവും മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ഖുതുബകളിൽ നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളും അതിൻ്റെ ആശയവും നമസ്കാരത്തിൻ്റെ രൂപവും അതിൻ്റെ സമ്പൂർണമായ രൂപം അത് എത്ര ഭംഗിയായിട്ടാണ് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ, ഭയഭക്തി ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. അതിൽ മൂന്നാമത്തേതായി പണ്ഡിതന്മാർ പറയുന്നത് അൽ ഹിർസു അല അദാഇ സ്വലാത്തി ബി അനാത്തിൻ വ തമഹുലിൻ വ തുമഅനീനത്തിൻ ലിഅന്നൽ അജലത തുളയ്യിഉ മഅനൽ ഖുശൂ. നമുക്കൊരു താല്പര്യം ഉണ്ടാവണം, ഹിർസ് ഉണ്ടാവണം, ഒരു താല്പര്യം. എന്തിനാണെന്നറിയോ? നമസ്കാരം വളരെ ശാന്തമായി സമാധാനമായ മനസ്സോടുകൂടി തിരക്കുകളില്ലാതെ സാവധാനത്തിൽ നിർവഹിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. പെട്ടെന്ന് ഒന്നെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ, ജോലിക്കിടയിൽ ഇതെങ്ങനെയെങ്കിലും ഈ ഫർളൊന്ന് നമസ്കരിച്ച് കഴിച്ചിലാവണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഓടിപ്പാഞ്ഞിങ്ങ് വന്ന് നമസ്കരിച്ച് പെട്ടെന്ന് പോകുന്നത് മാറ്റിയിട്ട് വളരെ ശാന്തമായി സമാധാനപൂർണമായ മനസ്സോടുകൂടി നമസ്കാരം നിർവഹിക്കാനുള്ള ഒരു താല്പര്യം. കാരണം ലിഅന്നൽ അജലത തുളയ്യിഉ മഅനൽ ഖുശൂ, നമ്മുടെ ധൃതി, നമ്മുടെ തിരക്ക് കൂട്ടൽ നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ ഇല്ലാതാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വന്ന് നിന്ന് നമസ്കരിച്ച ഒരു വ്യക്തിയോട് അദ്ദേഹം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത് ഇർജിഅ ഫസല്ലി ഫഇന്നക ലൻ തുസല്ലി, ചെല്ല്, വീണ്ടും നമസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല. നമസ്കാരത്തിൽ അശ്രദ്ധമായിരുന്ന, നമസ്കാരത്തിൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കാണിക്കാതെ ലാഘവത്തോടുകൂടി നമസ്കാരത്തെ സമീപിച്ച ഒരു വ്യക്തിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ പോയി വീണ്ടും നമസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല എന്ന്. അതുപോലെ തന്നെ റഅ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരാളെ കാണുകയാണ്. റജുലൻ യഅബസു ബിലിഹിയതിഹി ഫിസ്സലാ, അദ്ദേഹം നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ താടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ട് ചിലർക്ക് നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ, അപ്പോഴാണ് ഈ താടിയിൽ ഇങ്ങനെ കുറേ രോമങ്ങളുള്ള കാര്യം ഓർമ്മ വന്നത് എന്നതുപോലെയാണ്. അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ചിലർ താടിയിലാണെങ്കിൽ പല രൂപത്തിലാണ് പലരുടെയും. ശ്രദ്ധിച്ചാൽ മതി, നമ്മളിത് കാണൂല, അടുത്ത് നിൽക്കുന്നവരെ ഇത് കാണുള്ളൂ. നമ്മളിതൊരിക്കലും ശ്രദ്ധിക്കില്ല, കാരണം അത് നമ്മുടെ ആദത്തായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ വസ്ത്രം ഇങ്ങനെ നേരെയാക്കിയിടലും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ പല രൂപത്തിലാണ്, പലർക്കും പലതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അശ്രദ്ധമാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ, താടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഖാൽ ഇന്നി ലഅറാ ഹാദാ ലൗ ഖശഅ ഖൽബഹു ഖശഅത് ജവാരിഹു. ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? എനിക്ക് തോന്നുന്നത് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മതയും ഭയഭക്തിയും ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ അവയവങ്ങൾക്കും ഭയഭക്തി ഉണ്ടാകുമായിരുന്നു എന്നാണ്. എന്തേ നെഞ്ചത്ത് വെക്കേണ്ടിയിരുന്ന കൈ അവിടെ നിൽക്കാതെ താടിരോമങ്ങൾ ഇങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെന്തേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അവയവങ്ങളുടെ ഖുശൂ നഷ്ടപ്പെട്ടു പോയി. എന്തേ ഖുശൂ നഷ്ടപ്പെടാനുള്ള, അവയവങ്ങളുടെ ഖുശൂ നഷ്ടപ്പെടാനുള്ള കാരണം എന്തേ? കൽബിൻ്റെ ഖുശൂ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ഭയഭക്തി ഉള്ള ആളുകളുടെ നമസ്കാരത്തിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ലാഘവ ബുദ്ധി അവരിൽ ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ മാറ്റാനുള്ള പരിശ്രമവും പ്രാർത്ഥനയും നടത്തേണ്ടതുണ്ട്. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമതായി പറഞ്ഞത് ഇഖ്തിയാറുൽ മക്കാനി വൽ വഖ്തുൽ മുനാസിബൈൻ ലിസ്സലാത്ത്, അനുയോജ്യമായ സ്ഥലവും സമയവും തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ സ്ഥലവും സമയവും എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുകളുള്ള ശബ്ദമുഖരിതമായ സ്ഥലങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാതെ ശാന്തമായ നിൽക്കാൻ കഴിയുന്ന സ്ഥലം നമസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. അതിന് പറ്റിയ സമയം. ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, പള്ളിയിൽ പോയാൽ എനിക്ക് ശാന്തത ലഭിക്കൂല, അതുകൊണ്ട് ഞാൻ വീട്ടിലാക്കാം. അത് പറ്റൂല. ചേർത്ത് പണ്ഡിതന്മാരൊരു കാര്യം കൂടെ പറഞ്ഞു, മാലം യുഫവ്വിത്ത് സ്വലാത്തൽ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്താതെ വേണം ഇത്.
ജമാഅത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഖുശൂ ലഭിക്കുക വീട്ടിൽ നിന്നാലാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് നമസ്കരിക്കാൻ പറ്റൂല. ജമാഅത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് പറ്റിയ സമയം എന്താ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ലാ സ്വലാത്ത ബിഹദറത്തി ത്വആം. ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ നമസ്കരിക്കരുത്. നിങ്ങൾ വിശന്നിരിക്കുകയും നിങ്ങളുടെ മുന്നിൽ ഭക്ഷണം തയ്യാറായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കരുത്. എന്തേ കാരണം? ശ്രദ്ധ ലഭിക്കില്ല. ആ വിശപ്പിൻ്റെ വിളി നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അവിടെ നിങ്ങൾ നമസ്കരിക്കരുത്, ആ സമയത്ത് നിങ്ങൾ നമസ്കരിക്കരുത്. വലാഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. അതോടൊപ്പം തന്നെ മലമൂത്ര വിസർജനത്തിന് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന, അതിന് ശങ്കയുള്ള സമയത്തും നിങ്ങൾ എന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്. അവിടെ പടച്ചവനെ കുറിച്ച് ആലോചിക്കാനാവില്ല, ചിന്ത ഉണ്ടാവുക, നമ്മുടെ മനസ്സതിന് നിൽക്കില്ല. നേരെ മറിച്ച് ഇതിൽ നിന്നെല്ലാം മുക്തമായ ഒരു സമയം എടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ അസറിൻ്റെ ആ നേരത്ര സുഖമല്ല, അതുകൊണ്ട് അതും കൂടി മഗ്‌രിബിൻ്റെ നേരത്ത് നമസ്കരിക്കാം എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അതല്ല. നമസ്കാരം അതിൻ്റെ സമയത്താണ് നിർവഹിക്കേണ്ടുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് വേണം നമസ്കരിക്കാൻ എന്നുള്ളതാണ്. അഞ്ചാമത്തത്, ഇസ്തിഹ്ലാറു ഹഖീഖത്ത ദുനിയ വ അന്നഹ മതാഉൽ ഗുറൂർ. നമ്മളെ പലപ്പോഴും നമസ്കാരത്തിൽ നിന്ന് നമ്മളെ പിന്തിപ്പിക്കുന്നതും അശ്രദ്ധമാക്കുന്നതും ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ട് ദുനിയാവിനെക്കുറിച്ച് മനസ്സിലൊരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചോണം, എന്നെ വഞ്ചിക്കുന്ന ഏറ്റവും വലിയ ചരക്കാണ് ദുനിയാവ് എന്ന്. എത്ര സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്ത ചിന്തയാണ്, കുറച്ച് പ്രയാസമാണ്. എന്നാലും ശ്രമിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആറാമത്തത്, യുഹ്സിനു അൽ മുസല്ലി അൽ വുളു. വുളു ഏറ്റവും നല്ല രൂപത്തിൽ എടുത്തിട്ട് വേണം നമസ്കരിക്കാൻ നിൽക്കാൻ. നമ്മൾ പല തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ടാണ് നമസ്കാരത്തിലേക്ക് വരിക. അപ്പം ഇങ്ങനെ പൈപ്പ് തുറന്നിട്ട് ഒരു ജഗ പുകയായിട്ട് ഒന്നു എടുക്കല്ല. നമസ്കാരത്തിന് വുളു എടുക്കുന്നതിനൊരു രൂപമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രൂപത്തിൽ സുന്ദരമായ ഒരു വുളുവോട് കൂടിയാണ് നമസ്കാരത്തിലേക്ക് പോകുന്നത് എങ്കിൽ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ ഫ്രഷായിട്ടായിരിക്കും ചെല്ലുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നമസ്കാരത്തിന് ഖുശൂ ഉണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ വരുന്ന നമസ്കാരങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു നോക്കുക. എന്താണ് ഫലം എന്നെങ്കിലും അറിയാലോ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമസ്കാരത്തിന് മാറ്റം ഉണ്ടാകും. നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ജീവിതമാണ് മാറുക. ആ മാറ്റത്തിന് നമ്മുടെ നമസ്കാരം പ്രേരകമാകട്ടെ, കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊരു ഇലക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ്, അത് ഉപയോഗിക്കാനുള്ള അവസരമാണ് വന്ന് ലഭിച്ചിട്ടുള്ളത്. എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ നാടിന് ഗുണപ്പെടുന്ന ആരോ അവരെയാണ് നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ പക്ഷം പറയാൻ നമ്മൾ അയക്കേണ്ടുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയമായ വീക്ഷണങ്ങളുണ്ടാകും, അതേതുമാകട്ടെ. പക്ഷേ ആ ബോധ്യത്തിനനുസരിച്ചായിരിക്കും പലരും ഇലക്ഷനെ സമീപിക്കുക. പക്ഷെ നമ്മുടെ ബോധ്യം ഒന്നാകരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ആ ഒന്നാകാൻ പാടില്ലാത്ത ബോധ്യം, ഞാൻ ആർക്ക് വോട്ട് ചെയ്താലും ഈ നാട് ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ, അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കുന്നില്ല എന്ന ഒരു ബോധ്യത്തിലേക്കും തീരുമാനത്തിലേക്കും ഒരു കാരണവശാലും പോകരുത്. നമ്മുടെ അവകാശം കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ബാധ്യത കൂടിയാണ്. സമൂഹത്തോട് ഒരു വിശ്വാസിക്ക് നിർവഹിക്കാനുള്ള ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഗൗരവം കാണിക്കുകയും നമുക്ക് നമ്മെ പ്രതിനിധാനം ചെയ്യാനുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മതദാനമാണ് വോട്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ പള്ളിയുടെ പരിപാലനമായി, നമ്മുടെ പള്ളിയുടെ പരിപാലനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
അതിനോട് കഴിയും വിധത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാഥൻ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.